ബാലയുടെ മൂവി എന്ന് പറയുമ്പോൾ തന്നെ ഒരു ട്രോൾ മെറ്റീരിയൽ ആയിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഫോർ മീ പുള്ളിക്കാരൻ്റെ ഒരുപാട് മൂവീസ് അങ്ങനെയൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ എന്നാലും കുറേ മൂവീസൊക്കെ അടിപൊളിയാണ്. അതും ഈ കോവിഡിന് ശേഷം പുള്ളിക്കാരൻ്റെ മിക്ക മൂവീസും, ഇപ്പം ഭഗവത് കേസരി ആയാലും ശരി, അഖണ്ഡ ആയാലും ശരി, ആ ഒരു മൂവീസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മൂവീസാണ്. കാരണം പുള്ളിക്കാരൻ ആ ഒരു ഭയങ്കര മാസ് മസാല ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്, കുറെ കത്തി സീക്വൻസ് ഒക്കെ ഉണ്ടെങ്കിലും പുള്ളിക്കാരൻ്റെ മൂവി കാണാൻ ഭയങ്കര വൈബാണ്. ആൻഡ് ദാക്കു മഹാരാജും ഞാൻ അതുപോലെ അതുപോലത്തെ ഒരു വൈബിലുള്ള ഒരു മൂവിയാണ് വിചാരിച്ചു. പക്ഷെ ഈ ഒരു മൂവി അതിൽ നിന്നൊക്കെ ഒരുപാട് ഡിഫറെന്റ് ആണ്. ശരിയാണ്, അതുപോലത്തെ ഒരു മാസ് മസാല മൂവിയൊക്കെ തന്നെ ആണെങ്കിലും ഇതിന്റെ ഒരു പ്രസന്റേഷൻ വാസ് ലൈക്ക് അടിപൊളിയാണ്. ഒരു പക്ക കൊമേഴ്ഷ്യൽ മൂവി. ആ ഒരു സ്റ്റോറി ടെല്ലിങ്ങും അല്ലെങ്കിൽ എന്താണ് ആ ഒരു മൂവിയുടെ ട്വിസ്റ്റ്, എങ്ങനെയാണ് മൂവിയുടെ സ്റ്റോറി എൻഗേജിങ്, അങ്ങനെ നോക്കാതെ ഒരു പക്ക വൈബായിട്ട്, അതായത് ഒരു 2-2.5 മണിക്കൂർ ഭയങ്കര ആക്ഷൻ സീക്വൻസ്, മാസ് മസാല, ഭയങ്കര രോമാഞ്ച ഫിഷനൊക്കെ തരുന്ന ഒരുപാട് സീക്വൻസ് ഒക്കെ കാണാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ കാണാൻ പറ്റിയ ഒരു അടിപൊളി കിട്ടിലെ മൂവിയാണ് ദാക്കു മഹാരാജ്. ഞാൻ ആ ഒരു മൈൻഡ് സെറ്റ് തന്നെ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു മൂവി. കാരണം പുള്ളിക്കാരൻ്റെ ഇതുവരെയുള്ള ഒരു മൂവീസ് നോക്കുമ്പോൾ പുള്ളിക്കാരൻ മാത്രം ഷൈൻ ചെയ്യുന്നുള്ള മൂവിയാണെങ്കിൽ ഇതിലോട്ട് വരുമ്പോൾ എല്ലാ ക്യാരക്ടേഴ്സും ഈക്വലാണ്. പുള്ളിക്കാരൻ്റെ ഒരു വൺ മാൻ ഷോ ഈ ഒരു മൂവിയില്ല. പക്ഷെ പുള്ളിക്കാരൻ്റെ, അതായത് ബാലയ്യയുടെ ഒരു സ്ക്രീൻ പ്രസൻസ് ഉണ്ടല്ലോ മൂവിയിൽ, അതിന്റെ കൂടെ തമന്റെ മ്യൂസിക്കും, അത് എസ്പെഷ്യലി ഈ ഒരു മൂവിയിൽ ബാലയുടെ ഒരു ഫസ്റ്റ് ഇൻട്രോ, ഒരു സെക്കൻഡ് ഇൻട്രോ ഉണ്ട്, മാൻ, അത് വേറെ ലെവൽ സീക്വൻസ് ആയിരുന്നു. ആ ഒരു സീക്വൻസിലുള്ള പുള്ളിക്കാരൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസും ആ മ്യൂസിക്കും അതിന്റെ ഒരു ബ്ലെൻഡും അല്ലെങ്കിൽ ആ ഒരു എൻ്റയർ സീക്വൻസിന്റെ എക്സിക്യൂഷൻ ഒക്കെ അടിപൊളിയായിരുന്നു. ആൻഡ് ഈ ഒരു മൂവിയുടെ സ്റ്റോറിയിലോട്ട് പറയുവാണെങ്കിൽ ഭയങ്കര ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള, ഭയങ്കര എൻഗേജിംഗ് ആയിട്ടുള്ള അങ്ങനത്തെ സ്റ്റോറി ഒന്നുമല്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ബാലയ്യ മൂവീസിലൊക്കെ സ്ഥിരം കാണുന്ന ടെംപ്ലേറ്റ് ഓഫ് സ്റ്റോറി തന്നെയാണ് മൂവിയും, അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ഒരു മൂവി കാണുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ മൂവിയുടെ പ്രസന്റേഷൻ കുറച്ച് അടിപൊളിയാണ്. എനിക്ക് ചില ടൈമിൽ ചില മൂവീസ് കാണാൻ തോന്നും, മറ്റേ സ്റ്റോറി ടെല്ലിങ്ങോ ഭയങ്കര ട്വിസ്റ്റ് ആൻഡ് ടേൺസോ ഭയങ്കര എൻഗേജിംഗ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു മൂവീസ് ഒന്നുമല്ല. പക്ക മാസ് മസാലായിട്ടുള്ള കുറെ ഫൈറ്റ് സീക്വൻസും സ്ലോ മോഷനും നായകന്റെ മറ്റേ വേറെ ലെവൽ ഓഫ് സ്ക്രീൻ പ്രസൻസും അങ്ങനത്തെ ഉള്ള ഒരു മൂവി. നമുക്കറിയാം എന്ത് കത്തിയാണ് അല്ലെങ്കിൽ സ്റ്റോറിയും എല്ലാ പരിപാടിയും നമുക്ക് അറിയാം. പക്ഷെ മൂവി കാണുമ്പോൾ ഭയങ്കര ഒരു വൈബായിരിക്കും. സോ അങ്ങനത്തെ ഒരു വൈബുള്ള മൂവീസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഈ ഒരു മൂവി എനിക്ക് ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ നല്ല രീതിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷേ ഈ ഒരു മൂവിയിലെ സ്റ്റോറിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു മൂവിയുടെ പ്രസന്റേഷനും ആൻഡ് ബാലയുടെ ഒരു ക്യാരക്ടർ പെർഫോമൻസ് ആണ്. സത്യം പറഞ്ഞാൽ ബാലയുടെ റീസെന്റ് വന്ന കുറെ മൂവീസൊക്കെ കിടിലാണ് കേട്ടോ. ഇനിയിപ്പോൾ എത്ര ആൾക്കാർ ട്രോൾ ചെയ്യാലും എന്തൊക്കെ പറഞ്ഞാലും അത് കണ്ടിരിക്കാൻ ഭയങ്കര വൈബാണ്. അഖണ്ഡയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മൂവിയാണ്. പുള്ളിക്കാരൻ ശിവന്റെ പവർ അതൊക്കെ വരുന്ന സംഭവമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ലാന്നല്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഭഗവത് കേസരി ആയാലും കണ്ടിരിക്കാൻ പറ്റിയ മൂവിയൊക്കെ തന്നെയാണ്. ആൻഡ് ഇതിലോട്ട് വരുവാണെങ്കിൽ തന്നെ ക്യാരക്ടറിൻ്റെ ഒരു ഓറ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ സ്ക്രീൻ പ്രസൻസ് ഉണ്ടല്ലോ, അത് പൊളിയാണ്. അതിൻ്റെ കൂടെ തമൻ്റെ മ്യൂസിക്കും അതൊക്കെ വരുമ്പോൾ ചില സീക്വൻസ്, അല്ലാതെ സീക്വൻസ് മാത്രമല്ല കേട്ടോ, എൻ്റെ ഒരു മൂവിയിൽ പുള്ളിക്കാരൻ്റെ സ്ക്രീൻ പ്രസൻസ് വേറെ ലെവലായിരുന്നു. ആൻഡ് വലിയ മറ്റേ കത്തി പഞ്ച് ഡയലോഗ് ഉണ്ടല്ലോ പുള്ളിക്കാരൻ്റെ മാത്രം, നോട്ട് ട്രബിൾ ദ ട്രബിൾ 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 സീ, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ചെറുതായിട്ട് എവിടെയെങ്കിലൊക്കെ ഉണ്ട്, പക്ഷേ ബാക്കിയുള്ളതൊക്കെ അടിപൊളിയാണ്. ആൻഡ് ഈ ഒരു മൂവി എനിക്ക് നെഗറ്റീവായിട്ട് അങ്ങനെ ഒരു പക്ക ഫ്ലോയിൽ പോയിട്ട് ഇടയ്ക്ക് കയറി വന്നതുപോലെ തോന്നിയ ഒരു സോങ് ഉണ്ട്. അത് ഒരു ആവശ്യമില്ലായിരുന്നു. ആ സോങ് കൂടി മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ആ ഒരു എൻ്റെ വൈബ് അടിപൊളിയായിരുന്നു. ആ സോങ് ഉണ്ടായിട്ട് ഒരു കുഴപ്പമില്ല, ആ ഒരു വൈബിന് ഒരു കുറവില്ല. ആ ഒരു മൂവി പക്ക ഫ്ലോയിൽ തന്നെ പോകുന്നുണ്ട്. ആൻഡ് ബാലയുടെ ഒരു ക്യാരക്ടർ പ്രസന്റേഷനിലോട്ട് വരുവാണെങ്കിൽ ദാക്കു മഹാരാജ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ട്, അത് പൊളിയായിരുന്നു. അതിന്റെ സ്ക്രീൻ പ്രസൻസും അതിന്റെ പെർഫോമൻസും എല്ലാം, പുള്ളിക്കാരൻ മാസ് എലമെന്റ്സും സ്ലോ മോഷനും മറ്റേ മ്യൂസിക്കിന്റെ കൂടെ പുള്ളിക്കാരൻ വേറെ ലെവൽ സ്ക്രീൻ പ്രസൻസ് ഒക്കെ കാണിച്ചിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. പക്ഷെ വേറൊരു ക്യാരക്ടർ ഉണ്ട്, അത് ഞാൻ റിവീൽ ചെയ്യുന്നില്ല, വലിയ ട്വിസ്റ്റും കാര്യങ്ങളൊന്നും അല്ല, ചെറിയൊരു ഫ്ലാഷ് ബാക്കിൽ വരുന്ന ഒരു ക്യാരക്ടറാണ്. അവിടെ ഉള്ള ഒരു ഓറ അല്ലെങ്കിൽ അവിടെ ഉള്ള ഒരു പ്രസൻസ് അത് പൊളിയായിരുന്നു കേട്ടോ. എൻ്റെ ഒരു മൂവിയിൽ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഫ്ലാഷ് ബാക്കിൽ പുള്ളിക്കാരൻ വേറൊരു ക്യാരക്ടറായിട്ടാണ് വരുന്നത്. അവിടെ പുള്ളിക്കാരൻ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, അത് പൊളി എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലായിട്ട് വരുന്നു ഈ ഒരു മൂവിയിൽ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു എൻ്റെ മൂവിയിൽ പുള്ളിക്കാരൻ്റെ ക്യാരക്ടറിനെക്കാളും ആ ഒരു കുറച്ച് ടൈമിൽ ഫ്ലാഷ് ബാക്കിൽ വന്ന ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടറിൻ്റെ ട്രാൻസ്ഫോർമേഷൻ അത് പൊളിയായിട്ടുമായിരുന്നു. സോ എന്തായാലും മറ്റേ വലിയ ലോജിക്കും പരിപാടിയൊക്കെ ചിന്തിച്ചിട്ട് ഈ ഒരു മൂവി ഇങ്ങനെയാണ് അങ്ങനെയാണ്, അത്രയും ട്വിസ്റ്റ് ഒന്നുമില്ല, എൻഗേജിങ് അല്ല, ഇതൊക്കെ നമ്മൾ ഒരുപാട് കാലം കണ്ടുമടുത്ത സ്റ്റോറി, അങ്ങനത്തെ മൈൻഡ് സെറ്റൊക്കെ മാറ്റി നിർത്തി അതൊക്കെ വീട്ടിൽ എവിടെയെങ്കിലും വെച്ചാൽ പൂട്ടിക്കിട്ട് പോയി സിനിമ കാണുവാണെങ്കിൽ നല്ലൊരു അടിപൊളി സിനിമയായിരിക്കും. ഒരു പക്ക മാസ് മസാല ആക്ഷൻ പടം, അതായത് ഭയങ്കര മറ്റേ സ്ലോ മോഷനും ഫൈറ്റും മാസ് മസാല അത് മാത്രം മതി എന്നൊരു മൈൻഡ് സെറ്റിൽ കാണുവാണെങ്കിൽ നല്ലൊരു കിഡിൽ എക്സ്പീരിയൻസ് ആയിരിക്കും. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് എന്ന മൂവിയാണ്. കളിയാക്കാൻ വേണ്ടി കണ്ടുപോണെങ്കിൽ ലാസ്റ്റ് ക്ലാപ്പ് അടിച്ച മുതലാണ് ഈ ഒരു മൂവി. സോ എന്തായാലും കണ്ടു നോക്കുക. ആൻഡ് ബാലയ്ക്ക മറ്റേ കത്തിപ്പടം അങ്ങനെയാണ്, അല്ലെങ്കിൽ ബാലയുടെ എല്ലാ മൂവീസും കത്തിപ്പടമാണ് ചെയ്യണം, എല്ലാം മറ്റേ പൊട്ടപ്പടമാണെന്നൊക്കെ പറയുന്നവരാണെങ്കിൽ മൂപ്പറുടെ ഇതുപോലെ കുറേ കിടിലം പടമുണ്ട്. ആൻഡ് ഈ ഒരു പൊട്ടപ്പടം എന്നൊക്കെ പറയുന്ന കുറേ സാധനം ഉണ്ടല്ലോ, അതിൻ്റെ ഇടയ്ക്കും കൊള്ളാവുന്ന കുറേ പടമൊക്കെ ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ശരി. സോ വേറെ ഒന്നും പറയാനില്ല, എന്തായാലും കണ്ടു നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.